വെൽക്കം ബാക്ക് മാസ്റ്റർ പീസ്. ഇന്ന് ദീപാവലിയാണല്ലേ. അപ്പോൾ ദീപാവലി സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണ്. എൻ്റെ കയ്യിലുള്ളത് ഐഎൻസ് കമ്പനിയുടെ മanoranjan എന്ന് പറയുന്ന സംഭവമാണ്. മanoranjan എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ മേശപ്പൂവിൻ്റെ അതേപോലത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ സ്ക്വയറിൽ ഒരു റൗണ്ടിലായിട്ടാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. ഒരു റോളിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വാട്സ് ഇൻസൈഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇതൊന്ന് കത്തിക്കണം. അപ്പോൾ ഇന്ന് പകലാണ്, രാത്രിയാണ് ഇത് ശരിക്കും കത്തിച്ച് കാണിച്ചു തരേണ്ടത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ സൗകര്യം ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പകൽ കത്തിച്ചിട്ട് ഇതിൻ്റെ വാട്സ് ഇൻസൈഡ്, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് കട്ട് ചെയ്ത് പീസാക്കി നോക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാസ്റ്റർ പീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, മanoranjanന്റെ ഉള്ളിലെ സംഭവം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് ഇത് വരുന്നത് കേട്ടോ. മanoranjan എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ട്, സ്മൈലി അതുപോലെ തന്നെ അറ്റേ സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ട്. ഐഎൻസ് കമ്പനിയാണ് ഇറക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. മanoranjan എന്നൊക്കെ പേരൊക്കെ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം അതാണ്. ഇതേപോലെ 4 കുറ്റികളാണുള്ളത്. 4 കുറ്റികളാണ് നമുക്ക് പൊട്ടിക്കാനുള്ളത്. പൊട്ടിക്കല്ല, കത്തിക്കാനുള്ളത്. കത്തിക്കുമ്പോൾ വിരിഞ്ഞ് വരും, മേശപ്പൂവാവും എന്നാണ് പറയുന്നത്. മേശപ്പൂവിനൊക്കെ പകരമായിട്ട് ഇറക്കുന്ന ഒരു സംഭവം കേട്ടോ. അതേപോലെയുള്ള സംഭവമാണ്. ഇതേപോലെ തന്നെ മേശപ്പൂവിൻ്റെ ഒരു ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെയാണ് വിരിയാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടോ. ഇതിന് ഒന്നിന് 150 റുപ്യാണ്. മൊത്തം 4 600 റുപ്യാണ് വരുന്നത്. ഒരു 500 റുപ്യ ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കത്തിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലാണ്. ഇവിടെ സാധാരണ നമുക്ക് ഗ്യാസിലൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് കത്തിക്കാൻ കഴിയില്ല. ഒരു പൂത്തിരി വേണ്ടി വരും. ആ പൂത്തിരി വെച്ചതിന് ശേഷം ഇവിടെ കത്തിച്ചു കൊടുക്കുക. കത്തിക്കുമ്പോൾ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന് ഉള്ളിൽ എന്താണ് എന്നുള്ളതാണ് അറിയാൻ നോക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് കത്തിച്ച് നോക്കാം. പകൽ തന്നെ ആണെങ്കിലും കൂടി ഒന്ന് കത്തിച്ചതിന് ശേഷം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ അടിക്കാൻ നോക്കുകയാണ്. ഇത് എങ്ങനെ കത്തുന്നതെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ, നോക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കത്തിക്കാനായിട്ട് ഇതേപോലെയുള്ള പൂത്തിരി എടുത്തിട്ടുണ്ട്. ഈ ടൈപ്പിലുള്ള പൂത്തിരി വേണ്ട, അല്ലെങ്കിൽ കൈമേലേക്ക് ഈ പിടിക്കൂട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് നമുക്ക് നമ്മുടെ manoranjan ഒന്ന് കത്തിച്ച് നോക്കാം. പൂത്തിരി കത്തിയിട്ടുണ്ട്. നമ്മൾ കത്തിക്കാൻ പോകട്ടെ. ആ പൂത്തിരി കത്തിയിട്ടുണ്ട്. സെറ്റ് കൊടുക്കാൻ പോവാണ്. എന്ത് സംഭവിക്കുന്നില്ല. ഓക്കെ, റെഡി ഗൈസ്. അപ്പോൾ നമ്മളെ ടെസ്റ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സംഭവത്തിൽ കൊള്ളാം. പക്ഷേ രാത്രി ആണെങ്കിൽ പൊളിച്ചിന് കേട്ടോ. പക്ഷേ രാത്രി അല്ലാത്തതുകൊണ്ട് തന്നെ അത്രയ്ക്കേ പവറുള്ളൂ. എന്തായാലും നമുക്കിതൊന്ന് ഇതിനുള്ളിൽ എന്താണ് പ്രവർത്തനം എന്നുള്ളത് നോക്കാം. ഇതിനുള്ളുണ്ടോ? ഇതിനുള്ളിൽ മേശപ്പൂ ഒളിപ്പിച്ച് വെച്ചിട്ട് വേണോ? അയ്യൻസ് നമ്മളെ പറ്റിക്കുണ്ടോ നോക്കാം. എന്തായാലും പൊട്ടിച്ച് നോക്കട്ടെ. ഇതിനുള്ള ആരും കാണാത്താണല്ലോ. ഓക്കെ, വാട്സ് ഇൻസൈഡ്. ഓക്കെ, ഏത് ഭാഗത്തും തുടങ്ങണമെന്ന് അറിയില്ല. എന്തായാലും ഈ സ്റ്റിക്കർ നമുക്ക് പറിച്ച് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഭംഗിക്കും വേണ്ടി അവർ കമ്പനിയുടെ പരസ്യം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റിക്കറുണ്ട്. ഇതിന് മുകളിലൊരു കളർ പേപ്പർ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ താഴെ ഭാഗം നമുക്ക് ലാസ്റ്റ് ഒട്ടിക്കാം. അടപ്പ് തുറക്കുമ്പോൾ എങ്ങനെയാട്ടോ കാണുന്നത്? ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് കത്തി വരാനുള്ളൊരു സംഭവം. അപ്പോൾ ഈ തിരി കൊടുക്കാനുള്ള ഏരിയ ഇതാണ്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് തീ കൊടുക്കേണ്ടത്. അപ്പോൾ കത്തി പിടിക്കും. ഇനി അതിത്രേ ഉള്ളൂ. ഇതാ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇതിൽ കത്തുന്നത്. ഇതൊക്കെ വെറുതെ നമ്മളെ പറ്റിക്കാനായിട്ട് ഓരോ സംഭവങ്ങളാണ്. അപ്പം ഇതാണ് മെയിനായിട്ട് ഈ ഒരു മേശപ്പൂവ് വിരിഞ്ഞ് വരുന്നത് കേട്ടോ. ഇതോടെ നിൽക്കട്ടെ. ഇതെന്താ അതിനുള്ളിലുള്ളത്? ഇതിനുള്ളിലൊന്നുമില്ല. ഒരു കപ്പ്, ഒരു സാധാരണ ഒരു ഗ്ലാസിൻ്റെ കളി പോലത്തെ ഉള്ള ഒരു പാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതും ചട്ട പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ചട്ട പേപ്പർ കുത്തി തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര സംഭവങ്ങൾ വേസ്റ്റ്. പിന്നെ ഇത് മാത്രമാണ് അതിൽ കത്തി പിടിക്കുന്നതും അതിൻ്റെ ഉപയോഗത്തിൽ വരുന്ന സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിഭാഗം കണ്ടോ, മണ്ണ് കൊണ്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേശപ്പൂ നമ്മൾ പൊളിച്ച അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗം കാണുന്നത്. പിന്നെ മുകൾ ഭാഗം ഇങ്ങനെ കാണുന്നത്. എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. മുകളിലത്തെ ഈ അടപ്പ് പതുക്കെ എടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ തിരിൻ്റെ ഭാഗമാണ്. ഇവിടെ കുറച്ച് മണ്ണൊക്കെ കാണുന്നുണ്ട്. കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് കീറാം. എന്നാൽ മൊത്തത്തിലാണ് കാണല്ലോ അല്ലേ. ഒന്നുമില്ല, കുറച്ച് മരുന്ന് ടച്ചുണ്ടാവും, വേറൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. കുറച്ച് പേപ്പർ ഇട്ടാണ്. പേപ്പർ റോൾ തന്നെയാണിത്. ഉണ്ടോ? ഇത് അടിഭാഗമാണ്. അടിഭാഗത്ത് ഇതേപോലെ പേപ്പർ കൊണ്ട് ഇത് മരുന്ന് കേട്ടോ, അടിയിലെ മരുന്നാണ്.
ഓക്കെ നോക്കാം. വേണ്ടോ മരുന്നുണ്ടോ? ഒരു റൗണ്ടിൽ മൊത്തമായിട്ട് മരുന്ന്, ഇത് ഫുള്ളായിട്ട് മരുന്നാണ്. അപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഡയറക്റ്റ് ഈ മരുന്ന് കുറ്റിയിലാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്ന് വലിപ്പം തോന്നിക്കാൻ വേണ്ടി ഇതേപോലെ കട്ട പേപ്പർ ഉപയോഗിച്ചിട്ട് വലിയൊരു റോളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നത് വാട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമായിരുന്നു. മനോരഞ്ജൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം എന്താണ് ഇതിനുള്ളിലെന്ന് അറിയാൻ വേണ്ടിയുള്ള കൗതുകമായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇനി ഞാൻ കത്തിക്കുള്ളൂ. ഇത് ഇന്ന് രാത്രി കത്തിക്കുള്ളൂ. കാരണം വെറുതെ ഈ വെയിലത്ത് കത്തിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്താണ്. ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസ് ആയതുകൊണ്ട് ഇന്ന് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഇന്നലെ ഷൂട്ട് ചെയ്യാൻ ഒരു ഒഴിവും കിട്ടാഞ്ഞിട്ടാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ദീപാവലിക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് അവതരിപ്പിക്കാനുള്ളത് മനോരഞ്ജൻ മേശപ്പൂവിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ മേശപ്പൂവിൻ്റെ ഉള്ളിലത്തെ അതേപോലെ ഒന്നുമല്ല, ഇതിനുള്ളിൽ വേറെ സംഭവം. ഈ ഒരു കുറ്റി വലിയ വണ്ണത്തിന് വേണ്ടിയൊക്കെ അവർ കൊടുത്തുന്നുള്ളൂ. നമ്മൾ ശരിക്കും പറ്റിക്കുകയാണ് കേട്ടോ. കാരണം 150 റുപ്യക്ക് 150 കിലോ മുതലുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.